വെൽക്കം ടു ദ 12th എപ്പിസോഡ് ഓഫ് ഒരു ഊണ്. ഇന്ന് നമുക്ക് ചിക്കൻ ദം ബിരിയാണി റെഡിയാക്കി എടുക്കാം. നല്ല തിളച്ച എണ്ണയിലേക്ക് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഒരു 10 സവാള നല്ല ക്രിസ്പി ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളറായതിനു ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സവാള നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനിൽ അപ്ലൈ ചെയ്തേക്കുന്ന മസാല ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് ചിക്കനിൽ മസാല പുരട്ടി ഒരു നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതാണ്. 1 മണിക്കൂർ ഞാനത് ഡീഫ്രോസ്റ്റ് ചെയ്ത് എടുത്ത് വെച്ചതാണ്. അപ്പോൾ നമുക്കിത് ഓരോന്നായി ഇരുവശവും മറിച്ചിട്ട് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ദമ്മിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ളത് ഓരോന്നായി ചേർക്കാം കേട്ടോ. അപ്പോൾ ഒരു 4 സവാള ചെറുതായി അരിഞ്ഞത്, ഒരു 15 കുഞ്ഞുള്ളി കുഞ്ഞായി സ്ലൈസ് ചെയ്തത്. നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി 2 തക്കാളി ചെറുതായി സ്ലൈസ് ചെയ്ത് കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഇപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ മാറി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ക്രിസ്പി ഫ്രൈഡ് ഓണിയൻ കുറച്ച് ചേർക്കാം. ഒരു തണ്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ഓരോന്നായി ചേർക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാല ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ തൈര്, 3 ഡ്രൈ ബേ ലീവ്സും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഓരോ പീസായിട്ട് നമ്മുടെ ഗ്രേവിയിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് വഴച്ചെടുക്കാം. ആവശ്യമെങ്കിൽ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ ദമ്മിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ നല്ല തിക്ക് ഗ്രേവിയോട് കൂടി കിട്ടിയിട്ടുണ്ട്. റൈസ് റെഡിയാക്കാൻ നമ്മളൊരു കുക്കറിലേക്ക്, ചൂടായ ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് കറുവപ്പട്ട, ഏലക്കായ, ഗ്രാമ്പൂ, മസാല എല്ലാം ചേർത്ത് ഒന്ന് വഴറ്റി 2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മാഗി ക്യൂബ്സ് എല്ലാം കൂടി ആഡ് ചെയ്ത് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും 2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വെള്ളം ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം കഴുകി വെച്ച ബിരിയാണി റൈസ് ചേർത്ത് 5 മിനിറ്റുള്ളിൽ തന്നെ റൈസ് നല്ല വേവായി വരും. അപ്പോൾ നമുക്ക് റൈസ് വാർത്തെടുക്കാം. 4 പീസ് ചിക്കൻ ഞാൻ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ പുരട്ടിക്കുന്ന മസാല ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിപ്പോൾ 200 ഡിഗ്രി ഹീറ്റിൽ ഒരു 15 മിനിറ്റ് ഞാൻ വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ ദം സെറ്റ് ചെയ്യാനായിട്ടുള്ള ടൈമായി. അപ്പോൾ നമുക്ക് ചിക്കൻ പീസ് ഓരോന്നായിട്ട് അതിൻ്റെ ഗ്രേവിയും കൂടി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബിരിയാണി റൈസ്
ബിരിയാണി റൈസ് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഫ്രൈഡ് ആയിട്ടുള്ള ഓണിയനും കൂടി സ്പ്രെഡ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഷെയർ ഹാപ്പിനെസ്, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.